മാന്ത്രിക താലി. രചന പിയാനോ. അവതരണം അഷിക. വേർ ഈസ് മൈ ഗിഫ്റ്റ് ദിയ? കുറുമ്പോടെ അവളോട് അവൻ ചോദിച്ചു. കാശി പെട്ടെന്ന് തന്നെ അവളുടെ സാരിയുടെ നെറുവിലേക്ക് കൈ കടത്തി ഹിപ് ചെയിൻ എടുത്തു. അവളുടെ ശരീരം ഉയർന്നു പൊങ്ങി. രുദ്ര കാശിയുടെ വിരലിൽ കടിച്ചമർത്തി. അവൻ വേദനയിലൊന്നും നരങ്ങി. എന്തോന്നോർത്ത പോലെ രുദ്ര പെട്ടെന്ന് തന്നെ കാശിയെ തട്ടിമാറ്റി ബാത്റൂമിലേക്ക് കയറി. കണ്ണാടിയുടെ മിററിൽ നോക്കി. അവളുടെ സാരി മാറിൽ നടർത്തി മാറ്റി ഒരു പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞു, നീ വെറു പെണ്ണായി ചിന്തിച്ചു പോയി. ഒരിക്കലും കിട്ടാത്ത ആണിന്റെ തലോടലിൽ നീ എല്ലാം മറന്നു. നിന്നെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു നാൾ നീ കൊതിച്ചാണ് സാമീപ്യം ഇന്ന് നിനക്ക് കിട്ടിയത്. അന്നായിരുന്നെങ്കിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചേനെ. പക്ഷെ വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ പോട്ടെ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ആരും വേണ്ട, ആരും. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം എത്രയും പെട്ടെന്ന്. അവൾ പലതും മനസ്സിൽ കണ്ടുപിട്ടി. കാശി അവൾ പോയ വഴിയെ നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. അവന്റെ ചുണ്ട് നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാശിയും ഫ്രഷായി കിടന്നു. അവളിഞ്ഞ് ഡിസ്റ്റർബ് വേണ്ടെന്ന് അവനും കരുതി. ഇന്നത്തെ ക്ഷീണം കാരണം രണ്ടുപേരും പെട്ടെന്ന് തുടങ്ങി. പിറ്റേന്ന് രുദ്ര 9 മണിയോടെ എഴുന്നേറ്റു. മുഖവും കുനിച്ച് തലയും കുനിച്ചിരുന്ന രുദ്ര നേരെ അലറാൻ കരഞ്ഞു. തലയും താഴ്ത്തി രുദ്ര അലർക്കരയാൻ തുടങ്ങി. അമ്മേ വേഗം വാ. എല്ലാവരും ഞെട്ടിപ്പോയി അവന്റെ ആ കരച്ചില്. എന്നാൽ അടുത്ത നിമിഷം രുദ്ര ആ വാതിൽപ്പടി കടന്നു വന്നു. എല്ലാവർക്കും അതൊരു ഞെട്ടലായിരുന്നു. ദേവി, ഇതൊക്കെ പൊട്ടി വിളിച്ചു. ദേവി ആരോടൊന്നുമില്ലാതെ പറഞ്ഞു. രുദ്ര അതൊന്നും നോക്കാതെ രുദ്രയെ ആശ്വസിപ്പിക്കുകയാണ്. അവന്റെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇല്ലടാ, അമ്മ വന്നില്ലേ, കുഞ്ഞുകാരിയാണ്. അവനവളെ കെട്ടിപ്പിടിച്ച് ഏകലിച്ചു. അമ്മേ. 3 പേരും അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു. രുദ്ര 4 പേരെയും കൊണ്ട് റൂമിലേക്ക് പോയി. അവർക്ക് മതി വരുവോളം പാല് കൊടുത്തു. അവർ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവർ 5 പേരും പരസ്പരം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോറും തുറന്ന് കാശി അകത്തേക്ക് വരുന്നത്. അവന്റെ കയ്യിലൊരു ബോക്സും ഉണ്ട്. ഡാഡാ, ബോക്സിലെന്താ? അമ്മയോട് ചോദിക്ക്. സർപ്രൈസ്, രുദ്ര പറഞ്ഞു. അവർ 4 പേരും ആകാംക്ഷയോടെ ആ പെട്ടി തുറന്നു. അതിലൂടെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി. രുദ്ര പറഞ്ഞു, ഇതാണ് അമ്മയുടെ മക്കൾക്ക് അമ്മ പറഞ്ഞ സർപ്രൈസ്, പൂപ്പി. കുട്ടികൾ ആകാംക്ഷയോടെ ആ ബോക്സിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഇതേ സമയം രുദ്രയുടെ ഇടുപ്പിലൂടെ കാശി കൈ ചേർത്ത് പിടിച്ചു. രുദ്ര അവനെ കണ്ണൊരടി പിടിപ്പിച്ചു. കാശി അത് സൈറ്റ് അടിച്ച് കാണിച്ചു. രുദ്രയുടെ ഇടുപ്പിലിരിക്കുന്ന കാശിയുടെ കയ്യിൽ വൈക പകിയോടെ നോക്കി. വൈക ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് കയറി പില്ലെടുത്തെറിഞ്ഞു. ഇല്ല, അവൾ എന്റെയാണ്, എന്റെ മാത്രം. ഒരുത്തനെ വിട്ടുകൊടുക്കില്ല രുദ്രയെ നിന്നെ. അവൾ മുടിയിൽ കോർത്തു വലിച്ച് ബെഡിലേക്കിരുന്നു. വൈക, സ്നേഹം ഒരിക്കലും പിടിച്ചാകാൻ കഴിയില്ല. നീ എന്തിനാ ഇങ്ങനൊരു കോമാളി വേഷം കിട്ടുന്നത്? അവൾ തലയുയർത്തി. ഞാനിവിടെ വന്നിട്ട് 2 ആഴ്ചയാവുന്നു. നീ ക്യാമ്പിൽ പോയതുകൊണ്ട് അതറിഞ്ഞില്ല. യോ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് നിന്നോട് ഒരു പ്രണയവും ഇല്ല, മണ്ണാങ്കട്ടിയില്ലെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ പുറകെ പട്ടിയെ പോലെ വരുന്നത്? വൈക ഒരു പുച്ഛത്തോട് ചീറി. ബിക്കോസ് സ്റ്റിൽ ഐ ലവ് യു വൈക, അവൾ പ്രണയത്തോടെ പറഞ്ഞു. ഈ ജന്മത്തിലുള്ള അടുത്ത ജന്മത്തിൽ പോലും എനിക്ക് നിന്നോട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്താണെന്നറിയോ? കാരണം ഇതെല്ലാം ഉപേക്ഷിച്ച് അവരൊരിക്കലും നിനക്കൊപ്പം വരില്ല വൈക. നിർത്ത് രുദ്ര, എനിക്ക് സ്വന്തമാകും. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ കാത്തിരുന്നുണ്ടോ എന്താ നടക്കാൻ പോകുന്നത്? അവള് ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. ഇല്ല വൈക, നീ ഒരാളെ മറന്നു. മാഡത്തിന് കവചം പോലെ നിൽക്കുന്നു കൈകാശിയെ രാവണൻ. സാറിനെ മറികടന്നു നിനക്കൊരിക്കലും മാഡത്തെ കിട്ടില്ല. അപ്പൊ ശത്രുവിന്റെ ശത്രുമിത്രം അല്ലേ വൈക? തീർച്ചയായും മിഴി, എനിക്ക് ഹൃദയ വേണം, ആരെ കൊന്നിട്ടാണെങ്കിലും. അന്ന് ആനയോട് കൊളക്കട വെച്ച് നീ സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കാശിയേട്ടനെ വേണം. നീ ഹൃദയം നേടിയ പിന്നെ
കാശിയെണ്ണം എടുക്കാൻ ഞാൻ മതി. പിന്നെ ആ പിള്ളേര് ആ ജന്തുക്കളെ മുമ്പിൽ വല്ല തെരുവിലേക്കും വിടാം. പിന്നീട് പുറം ലോകം കാണില്ല പറ്റേ. ആ നീ എന്തെങ്കിലും ചെയ്, നിന്റെ ഇഷ്ടത്തിന് ചെയ്, ഞാനുണ്ടാവും എന്തിനും. ഹൃദ്രയ്ക്ക് കാശിയോട് പഴയ ദേഷ്യമുണ്ട്. കാശി അടുക്കാൻ ശ്രമിച്ചിട്ട് പോലും അവളെ പഴയ സ്റ്റാൻഡിൽ നിൽക്കുക. അവളെപ്പോലൊരു പെണ്ണിന് കാശിയോട് അങ്ങനെയൊന്നും പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയില്ല. അവളെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു പെണ്ണാണ്. അവൾ അനുഭവിച്ച വേദന, നിസ്സഹായ അവസ്ഥ, ഒറ്റപ്പെടൽ, മറ്റുള്ളവർ അവളെ സ്വന്തം നേട്ടത്തിന് വരെ ഉപയോഗിച്ചു. കൂടാതെ അവളുടെ സിംഗിൾ മദർ പാരന്റിങ്, അതിനേക്കാൾ മുകളിൽ കൈകാശിരാണ് അവളുടെ ഫീലിങ്സ് വെച്ച് അകലിച്ചത്. അത് അവൾ ഒരിക്കലും ക്ഷമിക്കില്ല. മിഴിവാക്കി അത്ഭുതത്തോടെ നോക്കിയാണ് ഹൃദയെ പറ്റി ഇത്രയൊക്കെ മനസ്സിലാക്കിയോ? താൻ പോലും കാശിയേട്ടന് ഒരു പരിധി വരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. മിഴി അവളുടെ മുറിവ് നമുക്ക് വീണ്ടും വ്രണപ്പെടുത്തണം. അവൾക്ക് അപ്പാടെ ഒറ്റപ്പെടുത്തൽ വരണം, എല്ലാം നഷ്ടപ്പെടണം. വൈക, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവളുടെ പ്രാണനെടുക്കണം, മനസ്സിലായില്ലേ? ആ 4 പേരിൽ ഒരു ജീവൻ നമുക്ക് അങ്ങോട്ട് താൽക്കാലികമായിട്ട് ബലി കൊടുക്കാം. ബാക്കി 3 തെരുവിൽ പോട്ടെ. ഇതിനെല്ലാം കാരണം കൈകാശി രാവണാണ് വരുത്തി തിരികെ വേണം. അവളെ വിശ്വസിക്കൂ, അത് സ്വന്തം ഭർത്താവ്. മിഴി, ഞാൻ പറഞ്ഞല്ലോ, ഹൃദ്രയുടെ ജീവവായുവാണ് ആ 4 മക്കൾ. അവർക്കൊരു പോറൽ സംഭവിച്ച അതിനെതിരെ ഇറങ്ങുവോളൂ. ഹൃദയകുമാരിയല്ല, ഹൃദയകുമാരി എന്ന അമ്മ അവൾ ആ പോരാട്ടത്തിനിറങ്ങിയ അതിനെ ആരാണെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിയില്ല. ഓ അങ്ങനെ അല്ല, പ്ലാൻ എന്താ പറയാം. ഡൺ. ഇതിലവർ വീഴും തീർച്ച. 2 പേർ പലക്കറ. മോളെ റെഡിയായോ? സാരിയുടെ പ്ലേറ്റ് ശരിയാക്കി വെച്ചുകൊണ്ട് ദേവി ചോദിച്ചു. ആ, മുടി കോതിക്കൊണ്ട് അവളും മറുപടി പറഞ്ഞു. ഇതെന്ത് ഡ്രസ്സാ? നീ എന്താ സാരി എടുക്കാത്തെ? പിന്നെ സാരി എന്നെ കൊണ്ടൊന്നും വയ്യ, നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അമ്മേ. എന്റെ മോളെ, ഇത് മക്കൾക്ക് വേണ്ടിയുള്ള പൂജയാണ്, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ നീ പോയ ജീൻസ് ഷർട്ടൊക്കെ മാറി ഒരു സാരി എടുത്തിട്ട്. ഇതെന്ത് കൂട്ടാണ്? ഒരു വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലേ? ഇല്ല, തൽക്കാലം അതില്ല. ദേവി തന്നെ കബോർഡിൽ ലൈറ്റ് ഗോൾഡൻ കളർ സാരി അതിന് പറ്റി ബ്ലൗസ് എടുത്ത് ഹൃദ്രയുടെ കൈ വെച്ചു കൊടുത്തു. ഇതെടുത്ത് വാ, സമയം കളയാതെ. ദേവി പോകുന്നത് നോക്കി ഹൃദ്ര മനസ്സിൽ പറഞ്ഞു, മിക്കവാ മരുമക്കപ്പോര് എടുപ്പിക്കും. വേറെ നിവൃത്തിയില്ല. മുഖവും വേപ്പിച്ച് സാരി, ഹാൻഡ് ബാഗും, ഉമ്മറത്തേക്ക് വന്നു. എല്ലാവരും ഉണ്ട്. ട്രാവലറിലാണ് യാത്ര. എല്ലാവരും ഒരു ഗോൾഡൻ മയം, കാശിമ വൈറ്റ് ഫുൾ കൈ ഷർട്ട്, കറുത്ത കരളുമുണ്ട്. ഓ, ഇയാൾക്ക് മാത്രമാണ് ഇത്ര വലിയ പ്രത്യേകത. ദേവി ഹൃദ്രയെ നോക്കി സാരി വലിച്ചു വന്നു. ആർക്കോ വേണ്ടി ഒരു കൊടുത്തിട്ടുണ്ട്. വന്നു ഈ പെണ്ണിനെ സാരി ഉടുപ്പിക്കാൻ പഠിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും പറഞ്ഞു ചെന്നു അവൾ അമ്മായിമ്മയാണെന്ന് നോക്കിയാൽ വലിച്ചുവാരി ഭിത്തിയിൽ ഒട്ടിക്കും. മുത്തശ്ശൻ അപ്പോഴേക്കും എല്ലാവരോടും വണ്ടി കയറാനും പറഞ്ഞു. എല്ലാവരും വണ്ടിയിലേക്ക് കയറി. ഹൃദ്ര ഫ്രണ്ട് സീറ്റിലായിരിക്കുന്നു. വെറുതെ വിൻഡോ സൈഡിലൂടെ പുറത്തെ കാഴ്ചയിൽ മുഴുവൻ അവളിരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ആൻ വന്ന് തോണ്ടി വിളിച്ചു. മാരി, കാശിയെ പിടിച്ച് ഇവനെ പുറത്തേക്ക് കൈയിടുന്നു. ഞാൻ പറഞ്ഞിട്ട് ഇവൻ നിൽക്കുന്നില്ല. ഹൃദയ കുഞ്ഞു കാശി നോക്കി പിടിപ്പിച്ചു. ആനിന്റെ കയ്യിൽ നിന്ന് വാങ്ങി മടിയിലായി വെച്ചു. എന്താ വന്നു ഒട്ടും അനുസരണയില്ലാതായോ? ഹൃദ്ര ആ കുഞ്ഞു കയ്യിൽ ഒരടി വെച്ചുകൊണ്ട് പറഞ്ഞു. കാശി വലിയ വായിൽ കരയാൻ തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് വന്നു. ഹൃദ്ര കാശിയെ കൊണ്ട് പതിയെ എഴുന്നേറ്റ് പുറകിലേക്ക് കടന്നു. അവിടെ ഇരുന്ന് പാലെടുക്കാന്ന് കരുതി വിൻഡോ സീറ്റിലേക്ക് നിന്ന് അവനെ മടിയിൽ വെച്ചു. പോവാമ്മേ, പോവാ, നമുക്ക് പോവാം. കുഞ്ഞു കരയാണ്. അവന് ബ്ലൗസിന്റെ ഹുക്ക് കഴിച്ച് അവന് പാല് കൊടുത്തു. ടവല് കൊണ്ട് മറക്കുകയും ചെയ്തു. കുഞ്ഞു കാശി അസ്വസ്ഥത ടവല് കൈകൊണ്ട് തട്ടി മാറ്റുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി അവൻ അസ്വസ്ഥതയാണെന്ന്. പക്ഷെ ഓപ്പണായിട്ട് പാൽ കൊടുക്കാനും കഴിയില്ല. യാദൃച്ഛികമായ ആരെങ്കിലും കണ്ട തീർന്നു. ഉടനെ കാശി ടവൽ താഴേക്ക് വലിച്ചത്. ഹൃദ്രയുടെ ഉള്ളിൽ ഒരു മിന്നൽ പ്രവാഹം ഉണ്ടായി. പെട്ടെന്ന് തന്നെ തന്റെ മാറി ഒരു തണുപ്പിന് ഉൾപ്പെട്ടത്. പേടിച്ചവള് നേരെ നോക്കി. കാശി
അവളെ കണ്ണു ചെമ്മി കാണിച്ചു. ടവല് നേരിട്ട് കൊടുത്തു. അവളോട് വിൻഡോ സീറ്റിലേക്ക് ചേർന്നിരിക്കാനും പറഞ്ഞു. ഒന്നും മനസ്സിലായില്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു. കാശി വിൻഡോ കണ്ടു അല്പം നീക്കി ഹൃദ്രയുടെ അടുത്ത് അല്പം കയറിയിരുന്നു. കുഞ്ഞു കാശി വീണ്ടും ടവല് മാറ്റിയിട്ടിരുന്നു. ഹൃദയ ഞെട്ടി ചുറ്റും നോക്കിയത്. അവളുടെ കണ്ണുകൾ വിടർന്നു. ഇപ്പൊ ആർക്കും അവരെ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് കാശി കയറി ഇടുന്നത് കാരണം. ഡി വായി നോക്കി, അവിടെ വായി നോക്കിയിരിക്കാതെ വേഗം കുഞ്ഞു പാൽ കൊടുക്കാൻ നോക്കും. ആ ഒരു ദീർഘനിശ്വാസം കാശി തട്ടി ഉറങ്ങി. അല്പം കഴിഞ്ഞു അവൻ ഉറങ്ങി. അതിൽ ഒരു ഹെൽപ്പ് ചെയ്യാം. അവൻ സംശയത്തോടെ നോക്കി. എന്റെ ബാഗ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അതിലെ പനിയുടെ ഒരു സിറപ്പുണ്ട്. അതൊന്നെടുത്തൊന്നും തരാമോ? കുഞ്ഞിന് ചെറുതായിട്ടൊരു പനിയുണ്ട്. കാശി പെട്ടെന്ന് തന്നെ ഉറങ്ങുന്ന കുഞ്ഞിനെ തൊട്ട് നോക്കി. ഹേയ് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ പപ്പിയുടെ കൂടെ ഓടി കഴിച്ചല്ലേ, അപ്പൊ ശരീരം ഒന്ന് ഇളകി കാണും. പോരാത്തന്ന് അപ്പുമ്മ കൊണ്ടുവന്ന ഐസ്ക്രീം മുഴുവനും കഴിച്ചെന്നില്ലായിരുന്നു. അവനതിന് ശരിയെന്ന് തലയാട്ടി ഫ്രണ്ടിപ്പി ബാഗും കൊണ്ടുവന്നു. അതെ, പിന്നെ എനിക്ക് ബാഗിൽ എവിടെയാ സിറപ്പ് ഇരിക്കണേന്ന് അറിയില്ല. ആ സെക്കൻഡ് അറയിലുണ്ട്. കുഞ്ഞിക്കാശി അപ്പൊ തന്നെ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റ് ഹൃദയ നോക്കി ചിണ്ടു പറഞ്ഞു. അമ്മി വീട്ടിൽ പോവോ? അപ്പോഴേക്കും കാശുകുഞ്ഞിനെ കോരിയെടുത്ത് ഡാഡയുടെ കാശുകുഞ്ഞിനെ എഴുന്നേറ്റ് നമുക്ക് പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാട്ടോ. വേണ്ട, വീട്ടിൽ പോവാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുന്നത് എങ്ങനെയാ? നീ നോക്കി, നമ്മള് തിരിച്ചു പോയാൽ പിന്നെ അവന്മാരടുത്ത് കുറെ കാഴ്ച കാണും. എന്നിട്ട് നമ്മളോട് പറയേ, അപ്പൊ എന്റെ കുഞ്ഞിനൊന്നും പറയാനുണ്ടാവില്ലല്ലോ. അവൻ പുരു ഉയർത്തി ചോദിച്ചു. ആണോ? അതേന്നേ, ഇവിടെ കുറെ കാഴ്ചകളുണ്ട് കാണാൻ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഹൃദയ പെട്ടെന്ന് തന്നെ അവന്റെ വാഹനം ഒരടപ്പ് സിറപ്പെടുത്തി അവന്റെ വായിലേക്ക് വെച്ചു. അവൻ തുപ്പാൻ വന്നത് രണ്ടുകൾ കൂട്ടി അമർത്തി പിടിച്ചു. തുപ്പരുത്, എന്റെ കുഞ്ഞി തിറക്കി. അപ്പൊ ക്ഷീണമൊക്കെ മാറി. വേറെ നിവർത്തിയില്ലാതെ അതവൻ വിഴുങ്ങി. അപ്പോഴേക്കും കുഞ്ഞു കരഞ്ഞു. കയ്പ. വീണ്ടും കരഞ്ഞു. കാശി കണ്ണും തള്ളി ഹൃദയെ നോക്കി പറഞ്ഞു. ഡേ, നീ എന്തായി കാണിച്ചത്? ഇങ്ങനെയാണോ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നത്? അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പിന്നെ നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുവല്ലോ. മോനെ, ഈ മരുന്ന് കഴിച്ചു, അപ്പൊ എല്ലാം ശരിയാവും. ഇങ്ങനെ പറഞ്ഞാൽ കഴിക്കുമെന്ന് ഉണ്ടാ? നിങ്ങളുടെ 4 വിത്തുകളെ മരുന്നെന്ന് കേട്ടാൽ നിങ്ങളുടെ തൊട്ടി സ്വഭാവം എടുക്കും. ഇവനെ ഞാൻ മരുന്നടിപ്പിക്കുന്ന ഒരു രീതി, ബാക്കി 3 പേർ മറ്റേ പല രീതികളിൽ. കാശി അത്ഭുതത്തോടെ അവളെ നോക്കി. തുടരും.